കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ തുടങ്ങുന്നതിന് മുൻപ് ആദ്യമായി ചാനൽ കേൾക്കാൻ വന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കഥ കേൾക്കുമല്ലോ. സ്ഥിരമായി കേൾക്കുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കല്ലേ. ഇനി കഥയിലേക്ക്. ഈ കഥ നടന്ന വർഷമോ കാലമോ ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. കാരണം ഇത് ഒരു മുത്തശ്ശി കഥയാണ്, ഒരു കൊച്ചു കഥ. കഥാനായകൻ എൻ്റെ മുത്തശ്ശിയുടെ അച്ഛനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. കൊച്ചുകുട്ടൻ, അതായിരുന്നു എൻ്റെ മുത്തശ്ശിയുടെ അച്ഛൻ്റെ പേര്. 6 അടിയിലധികം ഉയരവും അതിനൊത്ത ശരീരവുമുള്ള ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. നാട്ടിലെല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ ഭയവും ബഹുമാനവുമായിരുന്നു. അവിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അദ്ദേഹത്തിൻ്റേതായിരുന്നു അവസാന വാക്ക്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഈ മുത്തച്ഛനും കൂട്ടുകാരും കൂടി കാട്ടുപന്നിയെ പിടിക്കാൻ വേട്ടക്കിറങ്ങി. മുത്തച്ഛൻ ഭയങ്കര ഭക്ഷണപ്രിയനായതുകൊണ്ട് തന്നെ പന്നിയിറച്ചി നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് വടക്കുമാറി ചെന്നായപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. വലിയ ഭീമാകാരനായ ഒരു പാറയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊടും കാടുമാണ് അവിടം. പകൽ പോലും ആ ഭാഗത്തേക്ക് പോകുവാൻ ആളുകൾക്ക് ഭയമായിരുന്നു. കാരണം രാത്രിയുടെ 3-ാം യാമങ്ങളിൽ ആ പാറയുടെ മുകളിൽ നിന്നും ഉച്ചത്തിലുള്ള കൂവൽ ശബ്ദം ആളുകൾ കേട്ടിട്ടുണ്ടത്രേ. മനുഷ്യ ശബ്ദത്തിനോട് സമാനമായ രീതിയിൽ 4 ദിക്കും പൊട്ടുമാറ് ആരോ കൂവുന്ന ശബ്ദം കാലങ്ങളായി അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ചെന്നായ്ക്കൾ ഇറങ്ങുന്ന സ്ഥലമായതിനാലാണ് അവിടം ചെന്നായപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും ആ ഭാഗത്ത് ഒരുപാട് കാട്ടുപന്നികൾ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയതുകൊണ്ടാണ് മുത്തച്ഛൻ അവിടെ തന്നെ പോകുവാൻ തീരുമാനിച്ചത്. സത്യത്തിൽ മുത്തച്ഛൻ്റെ കൂട്ടുകാർക്കെല്ലാം അവിടേക്ക് പോകുവാൻ പേടിയായിരുന്നു. അവിടെ എന്തൊക്കെയോ ദുർശക്തികളുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ മുത്തച്ഛനോട് ഇതൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ലായിരുന്നു. കാരണം ഭയമെന്ന വികാരം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഒന്നിനെയും കൂസാത്ത പ്രകൃതം. അങ്ങനെ ഒരു നാടൻ തോക്കുമായി അവർ ചെന്നായപ്പാറയുടെ മുകളിലെത്തി. മുത്തച്ഛനെ കൂടാതെ 3 കൂട്ടുകാർ കൂടി ഒപ്പമുണ്ടായിരുന്നു. ചെന്നായപ്പാറയുടെ താഴെ ഭാഗത്ത് ഒരു ഗുഹയുണ്ടായിരുന്നു. അവർ 4 പേരും കൂടി ഗുഹയുടെ ഒരു വശത്ത് പതുങ്ങിയിരിപ്പായി. അങ്ങനെ സമയം ഇഴഞ്ഞു നീങ്ങി. വലിയ പാറയുടെ മുകളിൽ നിലാവുദിച്ചു. പാറയും പരിസരവും പകൽ പോലെ വ്യക്തം. പെട്ടെന്ന് പാറയുടെ ഒരു ഭാഗത്ത് എന്തോ അനക്കം കേട്ടു. മുത്തച്ഛൻ ആ ഭാഗത്തേക്ക് തോക്കു ചൂണ്ടി. തലയിൽ വെച്ച് കെട്ടിയ ഹെഡ്ലൈറ്റ് തോക്കിന് വഴികാട്ടി. കാഞ്ചിയിൽ വിരലമർന്നു. ദിഗന്തം പിളറുമാറ് വെടിശബ്ദം അവിടെ മുഴങ്ങി. എന്തോ ഒന്ന് മറിഞ്ഞു വീണത് എല്ലാവരും കണ്ടു. 4 സംഘം അവിടേക്ക് കുതിച്ചു. പക്ഷേ അവിടെ ആടുകിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. ആ ഭാഗം മുഴുവൻ അവർ അരിച്ചു പെറുക്കി. ഒരു ജീവിയെപ്പോലും കണ്ടെത്താനായുമില്ല. വെടികൊണ്ട പന്നി പാഞ്ഞു പോയി കാണും, മുത്തച്ഛൻ പറഞ്ഞു. പക്ഷേ മറ്റു 3 പേർക്കും എന്തോ ഒരു ഭയം ഉടലെടുത്തു. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. ഗുഹയിലിരുന്നവർ പതിയെ മയങ്ങുവാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർ ഇരുന്ന ഗുഹയുടെ മുകൾ ഭാഗത്ത് ആരുടെയോ കാലടി ശബ്ദം കേൾക്കുന്നതായി തോന്നിയത്. മയങ്ങിയിരുന്ന മുത്തച്ഛൻ ചാടി എഴുന്നേറ്റു. മറ്റുള്ളവർ ഭയം മൂലം പുറത്തേക്കിറങ്ങാൻ മടിച്ചു. അവരെ നോക്കി മുത്തച്ഛൻ ഒരു മുഴുത്ത തെറി വിളിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവരും പുറത്തേക്കിറങ്ങി. പുറത്ത് നിലാവ് മങ്ങിത്തുടങ്ങി. അവർ ഇരുട്ടിൽ ആ പാറയുടെ ചുറ്റും നടന്നു. ആവശ്യമുള്ളപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റിലും വീക്ഷിച്ചു. ഒരു പന്നിയെപ്പോലും കിട്ടാത്തതിനാൽ മുത്തച്ഛൻ ആകെ ദേഷ്യത്തിലായിരുന്നു. അവസാനം ദേഷ്യത്തിൽ അവിടെ നിന്ന് തിരികെ ഇറങ്ങി നടന്നു.
ഇത്തിരി ദൂരം മുന്നോട്ട് നടന്നതും അവർ നിന്ന പാറയുടെ മുകളിൽ നിന്നും ഉച്ചത്തിലൊരു കൂവൽ. തിരികെ നടന്ന മുത്തച്ഛനും സംഘവും കൂവൽ കേട്ട് ഒരു നിമിഷം പകച്ചു. എന്തായാലും ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് മുത്തച്ഛൻ പാറയിലേക്ക് തന്നെ തിരികെ നടന്നു. കൂടെയുള്ളവർ തെറി ഭയന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെയും നടന്നു. അവർ പാറയിലെത്തും മുന്നേ ഉച്ചത്തിലുള്ള കൂവൽ വീണ്ടും മുഴങ്ങി. മുത്തച്ഛൻ ഉച്ചത്തിൽ ഒരു തെറിയും വിളിച്ച് പാറയുടെ മുകളിലേക്ക് ചാടിക്കയറി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെയും അമ്പരപ്പിച്ചു. 10-12 അടിയിലധികം ഉയരമുള്ള ഒരാൾ പാറയുടെ മുകളിൽ നിൽക്കുന്നു. ആകെ കറുത്തിരുണ്ട നിറമുള്ള ആ ഒരു ഭീകര സത്വം. മുത്തച്ഛൻ ആ രൂപത്തെ നോക്കി തെറി അഭിഷേകം നടത്തി. കാർക്കിച്ച് തുപ്പി. പിറകിൽ വന്ന മൂവരും മുത്തച്ഛൻ്റെ പിന്നിലേക്ക് ഒളിച്ചു. അല്പനിമിഷത്തിനകം ആ രൂപം അന്തരീക്ഷത്തിൽ മറഞ്ഞു. അത് എന്താണെന്നോ ഏതാണെന്നോ ഇന്നും ആർക്കും അറിയില്ല. ആ പാറയും പരിസരങ്ങളും ഇന്നും അവിടെയുണ്ട്. ഈ കഥയും എല്ലായിടത്തും കറങ്ങി നടക്കുന്നുമുണ്ട്. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.